ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് വെറൈറ്റി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചെറിയ പെരുന്നാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഉണ്ണിയപ്പവുമായിട്ടാണ്. ഇത് കാണുമ്പോൾ കളർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനത്തെ ഉണ്ണിയപ്പം എന്നല്ലേ. സാധാരണ ഒരു മെറൂൺ കളറിലുള്ള ഉണ്ണിയപ്പമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ഈദ് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഷുഗർ ഫ്രീ ഉണ്ണിയപ്പമാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ ബീഫിന്റെ ഒക്കെ കൂടെ ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏത് പ്രായത്തിലുള്ളവർക്കും 90 വയസ്സ് വരെ ഉള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റും. അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതിനു വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത്. 1 ഗ്ലാസ് എടുത്തു. അപ്പോൾ 2 ഗ്ലാസ് പച്ചരി. ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ഉഴുന്ന്. അത് ബോളായാലും ഇല്ല, അല്ലാതെ പരിപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 1/4 ഗ്ലാസോളം ഉഴുന്നും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് നല്ലോണം ഒന്ന് കുതിർത്തിയെടുക്കണം. ഏകദേശം ഒരു 3-4 മണിക്കൂർ നല്ലോണം ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ അരി ഇവിടെ ഒരു 4-5 മണിക്കൂർ കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ലോണം കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ അരി ഇവിടെ മിക്സിയുടെ ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കാൻ തുടങ്ങുന്നതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുത്തോണ്ട് വരാൻ. അതുപോലെ നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിനകത്തോട്ട് വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട്. അത് ഓപ്ഷനിലാണ്. അത് അതിന്റെ ജീരകമാണ്. നമ്മൾ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. അത് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അരയ്ക്കും നമുക്ക് അതിന്റെ കൂടെ ഈ ജീരകം കൂടി ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഒരുപാട് വെള്ളം ചേർക്കാതെ നല്ല നൈസായിട്ട് അരച്ചുകൊണ്ടുവരാം. അപ്പൊ ഇത് നല്ലോണം ഒന്ന് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല നൈസായിട്ട് അധികം വെള്ളം ഇല്ലാതെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് അരച്ചു കൊണ്ടുവരാം. അപ്പൊ മാവ് നമ്മൾ ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഒരുപാട് ലൂസാകാൻ പാടില്ല. ഈ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ മാത്രമേ ആകാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് നമുക്ക് അരി ഇട്ട് ഒരു 2 മണിക്കൂർ അരി കുതിരേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇനി അരി കുതിരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അരിപ്പൊടി വീട്ടിലുള്ളവർക്ക് പെട്ടെന്ന് അരിപ്പൊടി കുഴച്ച് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉഴുന്നൊന്നും പെട്ടെന്ന് കുതിർത്താൻ പറ്റാത്തവർക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അരിപ്പൊടിയുടെ കൂടെ നമ്മൾ ഒരു 1/2 ഗ്ലാസ് തൈര്, അരിപ്പൊടിയും തൈരും കൂടെ കൂട്ടി കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അന്നേരം തന്നെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് സവാളയാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അധികം കനമില്ലാതെ. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ അളവനുസരിച്ച് മതി കേട്ടോ. ഒരുപാട് വേണമെന്നില്ല, ആവശ്യത്തിന് മാത്രം. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളകാണ്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചതിനാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഒരുപാട് ടേസ്റ്റ് വരുന്ന മറ്റൊരു ഐറ്റം കൂടി ഉണ്ട്, നമ്മുടെ കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയതാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. കറിവേപ്പില തന്നെയാണ്. ഒരുപാട് വലുപ്പത്തിൽ കിടന്നാൽ അത് അപ്പം ചുടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വശത്തോട്ട് മാത്രമേ അധികം ഇളക്കാവുള്ളൂ. ഒരുപാട് ഇളക്കി അങ്ങോട്ട് മാവ് ഇതാക്കി കളയണ്ട. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് എല്ലാം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഇത് നമുക്ക് ഇനി അത്യാവശ്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഇനി അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഏറ്റവും നല്ലത് ഒരു അരമണിക്കൂർ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അന്നേരം തന്നെ ഉണ്ടാക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയൊരു പുളിരസം വരുന്നത് നല്ലതായിരിക്കുന്നോർത്താണ് ഒരു അരമണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണമെന്ന് ഉള്ളവർക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർത്ത് വേഗം തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞ് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണിയപ്പം ചട്ടിയിൽ നല്ലോണം ഫുള്ളായിട്ട് എണ്ണ വേണമെന്നില്ല. കുറച്ചൊരു 1/4 ഭാഗം എണ്ണ ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ഒഴിച്ചപ്പം തന്നെ ഇതുണ്ടോ പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ അരമണിക്കൂർ വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് ഉണ്ടോ നല്ലോണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആവണം, എന്നാൽ അതിൻ്റെ ഒരു കറക്റ്റ് ഇത് കിട്ടുള്ളൂ. നമുക്കൊന്ന് മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എന്നറിയോ, ഉണ്ണിയപ്പത്തിൻ്റെ മണമല്ല വരുന്നത്, നമ്മുടെ നല്ല കരിവേപ്പിലയുടെ ഇഞ്ചിയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവറുള്ള മണം വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ഒഴിച്ചു എടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഉണ്ടോ? ഇനി നമുക്ക് ഒന്ന് സോസ് ഉപയോഗിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് നമുക്ക് വേറെ മുടക്കൊന്നും വരുന്നില്ല. കുറച്ച് അരി ഉഴുന്ന് മാത്രം ആവശ്യമുള്ളൂ. അതുപോലെ ഏതൊരു അസുഖക്കാർക്കും, ഷുഗറുള്ളവർക്കും പ്രഷറുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് എണ്ണയൊന്നും ചേർന്നിട്ടില്ല. അപ്പം നേരത്തെ നമ്മൾ ഒഴിച്ച എണ്ണ ഏകദേശം അതുപോലെ തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല. അതേപോലെ ഇതിന് ഏറ്റവും നല്ലത് നല്ല ചട്നി ഉണ്ടാക്കിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. നല്ല ഒരു ഉഴുന്നുവടയുടെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലെ കുട്ടികൾക്കൊക്കെ മധുരം ഒരുപാട് നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഇത് കൂടുതൽ ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ കിടിലും വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.